സഞ്ജയുടെ വിശ്വാസം അങ്ങനെയാണെങ്കിൽ അങ്ങനെ തന്നെ ഇരിക്കട്ടെ. പക്ഷേ അഷിത് നടത്തുന്ന പാർട്ടിക്ക് സഞ്ജയ് ഉണ്ടാവണം. ഞാനില്ല താര, ഞാൻ വന്ന ശരിയാവില്ല. സഞ്ജയ് എന്തിനാ മടിക്കുന്നത്? സഞ്ജയുടെ മോളെയും പൂർണിമയും അടുത്ത് കാണാനും ടൈം സ്പെൻഡ് ചെയ്യാനും കിട്ടുന്ന അവസരം നല്ലതല്ലേ? അത് നഷ്ടാക്കണോ? അവരെ കാണാനും ഒന്നിച്ച് സമയം ചെലവഴിക്കാനും ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല. പക്ഷെ ഞാൻ വന്ന ശരിയാവില്ല താര. ഒരു ശരികേടുമില്ല. സഞ്ജയ് വരണം. പൂർണിമയ്ക്ക് ഞാൻ ശത്രുവായിരിക്കാം, പക്ഷേ എന്റെ മനസ്സിൽ പൂർണിമയോട് യാതൊരു പിണക്കവും ഇല്ല. നിങ്ങളെ ഒന്നിപ്പിക്കാനുള്ള പല പരിപാടികളും ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. എന്ത് പ്ലാൻ? അതൊക്കെയുണ്ട്. സഞ്ജയ് എനിക്കൊപ്പം നിൽക്കണം. ഞാൻ അവിടെ വെച്ച് എന്ത് പറഞ്ഞാലും സഞ്ജയ് അതിനെ എതിർക്കാൻ പാടില്ല. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എല്ലാം ഞാൻ മനസ്സിലാക്കി തരാം. ഒരു പെണ്ണിന്റെ മനസ്സ് മറ്റൊരു പെണ്ണിനെ മനസ്സിലാവൂന്ന് പറയുന്ന കേട്ടിട്ടില്ലേ? അത് ഞാൻ സഞ്ജയെ ബോധ്യപ്പെടുത്തി തരാം. ഒരാൾ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടതിന്റെ വില മനസ്സിലാക്കുന്നത് എപ്പോഴാണെന്നറിയോ? അത് നമുക്ക് നഷ്ടമായി എന്ന് വരുമ്പോ. എത്ര മറച്ചു വെച്ചാലും ആ നിമിഷം ആ സ്നേഹം അവര് പുറത്ത് കാണിക്കും. പൂർണിമയുടെ മനസ്സിൽ സഞ്ജയോടുള്ള സ്നേഹം നമ്മൾ പുറത്തു കൊണ്ടുവരും. ഈ അഭി എന്താ വരാത്തെ? എടാ അഭി, കഴിക്കാൻ മാമോനെ. അവൻ വന്നോളും നാത്തോനെ, നമുക്കിരിക്കാം. നോക്കിയിരിക്കാതെ കഴിക്കുവേണേ. എനിക്ക് വേണ്ടമ്മേ. ഈ പ്രായത്തിലെ പെൺകുട്ടികൾ നന്നായി ഭക്ഷണം കഴിക്കണം, എങ്കിലേ ആരോഗ്യം ഉണ്ടാവും. മതി, അല്ലെങ്കിൽ തന്നെ എനിക്ക് ആവശ്യത്തിന് തടിയുണ്ട്. അതൊന്നും സാരയില്ല. പെൺകുട്ടികൾക്ക് ഇത്തിരി തടിയുള്ളത് തന്നെയാ ഭംഗി, അല്ല നാത്തൂനെ? അതെ അതെ അതെ, അത് വല്ലതും ഇപ്പോ ഈ പ്രായത്തിലുള്ള പെൺകുട്ടികൾക്ക് പറഞ്ഞാ മനസ്സിലാവോ? ഇരിക്കെ. അല്ല, ആരൊക്കെയാ ഇവിടുന്ന് ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് പാർട്ടിക്ക് പോകുന്നത്? പാർട്ടിയോ? അപ്പൊ നിങ്ങളാരും ഒന്നും അറിഞ്ഞില്ലേ? ഇല്ല. എന്ത് പാർട്ടിയുടെ കാര്യം നീ പറയുന്നത്? പറയടാ. ഇന്ദ്രപ്രസ്ഥത്തിൽ നിന്ന് ആരെങ്കിലും നിന്നെ വിളിച്ചായിരുന്നോ? എന്നെ ആരും വിളിച്ചില്ല. ഞാൻ കരുതി നിങ്ങളെല്ലാവരും കൂടെ എന്നെ ഒഴിവാക്കിയതായിരിക്കും. ദേ ചെറുക്ക, കളിക്കാതെ കാര്യം പറ. എന്താ കാര്യം? എന്റെ അമ്മേ, ആശു ചേച്ചി ജോലി കിട്ടിയതുകൊണ്ട് ഇന്ദ്രപ്രസ്ഥത്തിൽ വെച്ച് എല്ലാവർക്കും പാർട്ടി കൊടുക്കുന്നുണ്ടെന്ന്. ഞാൻ കരുതി നിങ്ങളെല്ലാവരും പോകുന്നുണ്ടായിരിക്കും. പാർട്ടി നടത്തുന്ന കാര്യം അശ്വമോള് പറഞ്ഞോ നാത്തൂനെ? ഇല്ല, പറഞ്ഞില്ല. അതെന്താ അവള് പറയാത്തത്? നമ്മൾ വിളിക്കാത്ത എന്താ? പേടിച്ചിട്ടായിരിക്കും. നിങ്ങൾ ചെന്ന ഏത് വലിയ പാർട്ടിയും കൊളാവൂന്ന് അവൾക്കറിയാം. എങ്കിലും അങ്ങനെ അല്ലല്ലോ. ജോലി കിട്ടിയിട്ട് ആദ്യമായിട്ട് നടത്തുന്നാവുമ്പോ നമ്മളെ കൂടെ ഒന്ന് വിളിക്കായിരുന്നില്ലേ? അതല്ലേ അതിന്റെ ഒരു ശരി. ശരിയാ.
അതെ, അതെന്തു പണി ആശുമോള് കാണിച്ചത്? വലിയ നാണക്കേടായിപ്പോ നാത്തൂനെ. അതെ, കാര്യം എന്താണെന്നറിയാതെ നിങ്ങൾ എടുത്തു ചാടരുത്. അവള് വിളിച്ചില്ലെങ്കിൽ അതിന് അതിന്റേതായ കാര്യങ്ങളുണ്ടാവും. അങ്ങനെയല്ലല്ലോ ദേവാ. ഏതു നേരവും അവിടെ ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ വള്ളിപുള്ളി തെറ്റാതെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് ഇത് പറയാതിരുന്നത് വളരെ മോശമായിപ്പോയി. അതെ, പാവ അമ്മയപ്പച്ചി. അമ്മ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ? എന്റെ അമ്മയെ ഞാൻ മറക്കുവോ? വേണ്ട അഷി, നീ ഇങ്ങനെ ചെയ്യുന്ന ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. ആ അതെ, ഞാനും. ഈ അമ്മയ്ക്ക് ഇതെന്താ പറ്റിയേ? നിനക്ക് മനസ്സിലായില്ലെങ്കിലേ ഞാൻ തെളിച്ചു പറയാം. എന്താ, അത് മതിയോ? അമ്മ കാര്യം പറ. അല്ല, നീ ഇന്ദ്രപ്രസ്ഥത്തിൽ വെച്ച് പാർട്ടി വല്ലതും നടത്തുന്നുണ്ടോ? ഓ, അതാണോ? പാർട്ടി നടത്തുന്നത് ഞാനല്ല, താരാമേടോ. പിന്നെ ഇവിടെ വെച്ച് നടത്തുന്നുള്ളതൊക്കെ സത്യ. നീ ആ പാർട്ടി നടത്തുന്നെന്ന് ഞങ്ങൾ അറിഞ്ഞു. അല്ലമ്മേ, എന്റെ അവസ്ഥ അമ്മയ്ക്ക് അറിയില്ലേ? ഞങ്ങളുടെ ഓഫീസിൽ ജോലിക്ക് കയറുന്ന എല്ലാവരും പാർട്ടി നടത്തുന്ന ഒരു പതിവുണ്ട്. ഞാനത് നടത്താതിരുന്നപ്പോ എന്റെ അഭിമാനം സംരക്ഷിക്കാൻ വേണ്ടി പാവം താരാമേടോ സ്വന്തം ചെലവില് പാർട്ടി എനിക്ക് വേണ്ടി നടത്തുന്നത് ആരും ആയിക്കോട്ടെ, നിന്റെ പേരിൽ നടത്തുന്ന ഒരു പാർട്ടിക്ക് ഞങ്ങളെ കൂടി വിളിക്കേണ്ട കാര്യമില്ലേ? അതമ്മ